ഹായ് എവരി വൺ. സിമ്പിൾ പേസിയുടെ മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ആശംസകൾ. നിങ്ങൾക്കിത് പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അതെന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ്. തുരിശിൻ്റെ രാസനാമം എന്താണ്? കോപ്പർ സൾഫേറ്റ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ബീഹാർ. മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് എന്താ? സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ബോധനങ്ങൾ നടത്താൻ പാടില്ല. അത് മതസ്വാതന്ത്ര്യത്തിൽ പെടുന്നില്ല കേട്ടോ. സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ കാര്യങ്ങളൊന്നും നടത്താൻ പാടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളയുന്ന പഴവർഗ്ഗം മാമ്പഴം. ദേശീയ പതാകയുടെ നീളവും വീതിയും, തെറ്റിപ്പോകരുത്, നീളവും വീതിയും ചോദിച്ചാൽ അത് 3:2. ഇനി വീതിയും നീളവും എന്നാണെങ്കിൽ അത് 2:3 എന്നും വരും, തിരിച്ചു വരും. അപ്പോൾ ദേശീയ പതാകയുടെ നീളവും വീതിയും എത്രയാണ്? 3:2. ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് ഇംപീച്ച്മെൻറ്റ്. ഇന്ത്യൻ പ്രസിഡന്റിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനം എന്താണ്? ഇംപീച്ച്മെൻറ്റ് വഴിയാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാഹി അല്ലെങ്കിൽ മയ്യഴി എന്ന് പറയുന്നത് ആരുടെ കോളനിയായിരുന്നു? മാഹി എന്ന് പറയുന്ന പ്രദേശം ഏത് വിദേശ ശക്തികളുടെ കോളനി ആയിരുന്നു? ഫ്രഞ്ച് കോളനി ആയിരുന്നു കേട്ടോ. മാഹി എന്ന് പറയുന്നത് ഏത് വിദേശ ശക്തികളുടെ കോളനി ആയിരുന്നു? ഫ്രഞ്ച് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, വെരി ഇമ്പോർട്ടൻറ്റ്, ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം കർണം മല്ലേശ്വരി. ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് കർണം മല്ലേശ്വരി. ഗാന്ധിജിയുടെ സമാധി സ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം എവിടെയാണ്? രാജ്ഘട്ടിലാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ലോക പരിസ്ഥിതി ദിനം എന്താണ്? ജൂൺ 5. ഈ ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. അതായത് ഇപ്പോൾ ഈ വർഷത്തെ അതിൻ്റെ തീം എന്താണ്, അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കുമേ. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകനാണ് ബാലകൃഷ്ണപിള്ള. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ ബാലകൃഷ്ണപിള്ളയാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി എവിടെയാണ്? കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ. ഇന്ത്യൻ ഭരണഘടന നടപ്പാക്കിയ വർഷം 1950. ഇന്ത്യൻ ഭരണം നടപ്പാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1950 പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. MS ധോണി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ പങ്കജ് അദാനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ് ആണ്. പങ്കജ് അദാനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബില്യാർഡ്സ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കാണിക്കൊന്ന. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13 അല്ലേ. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ച് അത് ജനങ്ങൾക്കെതിരെ പോലീസ് വെടിവെച്ചു. ഒരുപാട് ആളുകൾ അല്ലേ, കണക്കില്ലാത്തത്രോളം ജനങ്ങൾ മരണപ്പെട്ടു. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നാണ്? 1919 ഏപ്രിൽ 13. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ജില്ല കാസർഗോഡ്. കാർഗിലിൽ സൈനിക നീക്കത്തിന് ഇന്ത്യ നൽകിയ പേരെന്താണ്? കാർഗിൽ യുദ്ധം അല്ലേ, അവിടെ നടന്ന സൈനിക നീക്കത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് എന്നാണ് കാർഗിലിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കത്തിൻ്റെ പേര്. ചുവന്ന ചീരയ്ക്ക് ആ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ. അപ്പോൾ ചുവന്ന വർണ്ണം നൽകുന്നത് എന്താണ്? അത് ആന്തോസയാനിൻ ആണ്. അപ്പം ചുവന്ന ചീരയ്ക്ക് ആ വർണ്ണം നൽകുന്നത് എന്താണ്? ആന്തോസയാനിൻ ആണ് കേട്ടോ.
ഉമിനീരിലടങ്ങിയ രാസാഗ്നി ടയലിൻ. ഉമിനീരിലടങ്ങിയ രാസാഗ്നിയാണ് ടയലിൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? മഞ്ചേശ്വരം. അങ്ങ് വടക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ്? മഞ്ചേശ്വരമാണ്. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചത് ആരാണ്? ഇ കെ നയനാർ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദം വഹിച്ചത് ഇ കെ നയനാർ. സിദാൻ ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ഫ്രാൻസ്. സിദാൻ ഏത് രാജ്യത്തിൻ്റെ ഫുട്ബോൾ താരമാണ്? ഫ്രാൻസ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ വരികൾ രചിച്ചത് ആരാണ്? അംശി നാരായണ പിള്ള അല്ലേ? ഉപ്പ് സത്യാഗ്രഹത്തിന് അവർക്ക് എന്താണ്, അവർക്ക് ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ചതാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നത് അംശി നാരായണ പിള്ളയുടെ വരികളാണ്. ഏഷ്യയുടെ പ്രകാശം എന്നറിയപ്പെടുന്നത് ആരാ? ശ്രീബുദ്ധൻ. പൊന്തന്മാട എന്ന സിനിമയുടെ സംവിധായകനാണ് ടി വി ചന്ദ്രൻ. പൊന്തന്മാട എന്ന സിനിമയുടെ സംവിധായകൻ ടി വി ചന്ദ്രൻ. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുംബൈ. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന സ്ഥലം മുംബൈ. ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഹരിയാന. ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെടാത്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? പാർലമെൻറ്റ് വിളിച്ചു കൂട്ടുക, പിരിച്ചുവിടുക എന്നിവ പ്രധാനമന്ത്രിയുടെ ചുമതലയിൽ പെടുന്നതല്ല. ഏറ്റവും കൂടുതൽ സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്ക്. എക്സിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്നു? ത്വക്കാണ്. ഡാംബോളിൻ വിമാനത്താവളം എവിടെയാണ്? ഗോവ. ഡാംബോളിൻ വിമാനത്താവളം എവിടെയാണ്? ഗോവയിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കേരളത്തിലെ ഒരു പക്ഷി സങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് എന്താണ്? കേരളത്തിലെ ഒരു പക്ഷി സങ്കേതമാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് എഡിസൺ. തോമസ് ആൽവ എഡിസൺ ആണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. വിലാസിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് എം കെ മേനോൻ. വിലാസിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ എം കെ മേനോനാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി എവിടെയാണ്? ഏഴിമല. ഏഷ്യയിലെ ഏറ്റവും വലിയ നേവൽ അക്കാദമി എവിടെയാണ്? അത് ഏഴിമലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് കോട്ടയം അല്ലേ? കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് CMS കോളേജാണ്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലം ബാങ്കോങ്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യൻ ഗെയിംസ് നടന്ന സ്ഥലമാണ് ബാങ്കോങ്. സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡനാണ്. സസ്യകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് MJ ഷ്ലീഡൻ. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? സൈലൻറ്റ് വാലി. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കുന്ന റിട്ട് അധികാരം എന്താണ്? അത് മാൻഡമസ് ആണ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ പ്രയോഗിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കടമ ചെയ്യുന്നതിൽ അവരെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ തെറ്റ് വരുത്തിയാൽ പ്രയോഗിക്കുന്ന റിട്ട് അധികാരമാണ് മാൻഡമസ്. ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തിയാണ് A.O. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വ്യക്തി A.O. ഹ്യൂം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചെറുതുരുത്തി. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകമാണ് ബ്രോമിൻ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകമാണ് ബ്രോമിൻ. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം കയറാണ്. കേരളത്തിൽ ഏറ്റവും അധികം പേർ തൊഴിൽ ചെയ്യുന്ന പരമ്പരാഗത വ്യവസായം കയറാണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണമാണ് 206. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റ. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് എവിടെയാണ്? പഞ്ചാബ്. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആണ് പഞ്ചാബ്. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകമാണ് CFC,
CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യം സ്വീഡൻ. നോബൽ പ്രൈസ് സമ്മാനിക്കുന്ന രാജ്യമാണ് സ്വീഡൻ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കപ്പെട്ട വർഷം 1993. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കപ്പെട്ട വർഷമാണ് 1993. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം വെള്ളിയാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ചേരിചേരാ പ്രസ്ഥാനത്തിനാണ്. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ബാബറി മസ്ജിദ് സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. ബാബറി മസ്ജിദ് സംഭവത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷൻ. ഇന്ത്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലമാണ് പൊക്രാൻ. ഇന്ത്യ അണുപരീക്ഷണം നടത്തിയ സ്ഥലം പൊക്രാനാണ്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സ്. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നത് എന്താണ്? സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എന്താണ് സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്ന് ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. സ്വാതന്ത്ര്യം അടിത്തട്ടിൽ നിന്നും ആരംഭിക്കണം. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഓരോ റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആകണം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജി. നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 3. കേരളത്തിലൂടെ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് പാമ്പാർ അല്ലേ? 3 നദികളുണ്ട്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. പാമ്പാർ ഏറ്റവും ചെറുതാണ്, കബനി ഏറ്റവും വലുതാണ് കിഴക്കോട്ടൊഴുകുന്നവയിൽ. റോ എന്നത് എന്താണ്? അതൊരു ചാര സംഘടനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം എവിടെയാണ്? താരാപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം എവിടെയാണ്? താരാപൂർ. 2006 ബുക്കർ സമ്മാനത്തിന് അർഹയായത് ആരാ? കിരൺ ദേശായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഖനിയാണ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഖനി എന്ന് പറയുന്നത് എന്താ? എണ്ണ എടുക്കുന്നത് എവിടെയാണ്? മുംബൈ ഹൈ ആണ്. കേരള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന ഭരണാധികാരിയാണ് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷാൻ. ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷാൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യയിലെ ആദ്യത്തെ പട്ടാള മേധാവി കരിയപ്പ. കേരളത്തിലെ ചന്ദനമരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന സ്ഥലം മറയൂർ. കേരളത്തിൽ എവിടെയാണ് ചന്ദനമരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്? മറയൂർ. വേരിൽ നിന്നും പുതിയ സസ്യം വളരുന്നതിന് ഉദാഹരണമാണ് ശീമപ്ലാവ്. വേരിൽ നിന്നും പുതിയ സസ്യം വളരുന്നതിന് ഉദാഹരണമാണ് ശീമപ്ലാവ്. അമൃത എക്സ്പ്രസ് ഏതൊക്കെ പട്ടണങ്ങൾക്കിടയിലാണ് സർവീസ് നടത്തുന്നത്? മധുരൈ, തിരുവനന്തപുരം. അമൃത എക്സ്പ്രസ് ഏതൊക്കെ പട്ടണങ്ങൾക്കിടയിലാണ് സർവീസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അത് മധുരൈ, തിരുവനന്തപുരം. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലയാണ് സൈലം. വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ലവണങ്ങളും ഇലകളിൽ എത്തിക്കുന്ന സസ്യകല ഏതാണ്? സൈലമാണ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡാണ് കർഷകോത്തമ. മികച്ച കർഷകനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് എന്താണ്? അത് കർഷകോത്തമയാണ്. മദ്യം അധികമായി ഉപയോഗിച്ചാൽ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? കരൾ. മദ്യം അധികമായി ഉപയോഗിച്ചാൽ അത് ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്നു? കരളിനെ ബാധിക്കുന്നു. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. സാർവത്രിക ദാതാവ് കൊടുക്കുന്നത് എന്നറിയപ്പെടുന്നത് രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലൻ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ.
കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവമേനോൻ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? കെ പി കേശവമേനോൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ കടമെടുത്തത്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ എന്ന ഭാഗം കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്? അയർലൻഡിൽ നിന്നാണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച മഹാനാണ് ടി എച്ച് ലെനക്ക്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടി എച്ച് ലെനക്ക് ആണ്. നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ അടിയന്തരമായി നിയമം നിർമ്മിക്കാൻ പ്രസിഡന്റിനും ഗവർണർക്കും നൽകിയിരിക്കുന്ന നിയമനിർമ്മാണ അധികാരമാണ് ഓർഡിനൻസ്. അപ്പം നിയമനിർമ്മാണ സഭ സമ്മേളിക്കാത്ത അവസരങ്ങളിൽ, അതായത് പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ എന്താണ്? പാർലമെൻറ്റ് വേണം. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ പെട്ടെന്ന് അടിയന്തരമായിട്ട് നമുക്കൊരു നിയമം പാസ്സാക്കണമെങ്കിൽ പ്രസിഡന്റിനും ഗവർണറിനും നൽകിയിരിക്കുന്ന ആ അധികാരമാണ് എന്ത്? ഓർഡിനൻസ്. ഓർഡിനൻസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. AR രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോദനം. AR രാജരാജവർമ്മയെ അനുസ്മരിച്ച് കുമാരനാശാൻ രചിച്ച കാവ്യമാണ് പ്രരോദനം. പാർലമെൻറ്റിനെ അഭിമുഖീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രി പാർലമെൻറ്റിനെ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ലായിരുന്നു. ആരാണത്? അദ്ദേഹം ചരൺ സിംഗ് ആണ്. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. 2006 ലോകകപ്പ് ഫുട്ബോൾ നടന്ന സ്ഥലം ജർമ്മനി. ഇതൊക്കെ പഴയ കറണ്ട് അഫേഴ്സാണ്, നമ്മൾ പുതിയത് നോക്കിയിട്ട് വേണേ പോകാൻ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകളും മറ്റും നടപ്പാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകളും മറ്റും നടപ്പാക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാ? പാല്, തൈരിലൊക്കെ ഏത് ആസിഡാണ്? അത് ലാക്റ്റിക് ആസിഡാണ്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏത് പ്രകാശത്തിലാണെന്ന് ചോദിച്ചാൽ ചുവപ്പ് പ്രകാശം. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുന്നത് ഏത് പ്രകാശത്തിലാണ്? ചുവപ്പ് പ്രകാശം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സിഗ്മോമാനോമീറ്റർ. CT സ്കാൻ കണ്ടുപിടിച്ച മഹാനാണ് ഗോഡ്ഫ്രെ ഹൗൺസ്ഫീൽഡ്. വൃക്ഷങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് ഏത് കാണ്ഡത്തിലാണെന്ന് ചോദിച്ചാൽ ഏത് ഭാഗത്താണ്? കാണ്ഡത്തിലാണ്. വൃക്ഷങ്ങളിലെ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡം. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയത് ആരാണ്? വള്ളത്തോളാണ്. ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. എവിടെയാണ്? കൊൽക്കത്ത. വൈദ്യുത ബൾബിൻ്റെ പ്രവർത്തനം അളക്കുന്ന യൂണിറ്റ്, അതായത് വൈദ്യുതി അളക്കുന്ന യൂണിറ്റാണ് വാട്ട്. സെലനോഗ്രാഫി എന്നത് ഏത് ശാസ്ത്രീയ പഠന ശാഖയാണ്? ചന്ദ്രനെ കുറിച്ചുള്ളതാണ്. യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്ന മുദ്രാവാക്യം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാ? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനാണ് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാ? സ്വത്തിനുള്ള അവകാശം ആദ്യം മൗലികാവകാശമായിരുന്നു. അതിനുശേഷം 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ നമ്മൾ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റി. ഇപ്പോൾ അതെന്താണ്? അതൊരു നിയമാവകാശമാണ്. 10 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ് അല്ലേ. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് ആരാണ്? റൊണാൾഡ് റോസ് ആണ്. മലേറിയ അണുക്കൾ കണ്ടുപിടിച്ചത് റൊണാൾഡ് റോസ് ആണ്. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകമാണ് മെർക്കുറി. മെർക്കുറി. ഹൈഡ്രോ കാർബണിന് ഉദാഹരണമാണ് ബെൻസീൻ. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധ സന്യാസിയാണ് ഫാഹിയാൻ. പിന്നെ നമ്മൾ വീണ്ടും ഒരു 100 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, കണ്ടിട്ട് പരീക്ഷ എഴുതാൻ പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഇവിടുന്ന് വരട്ടെ. അപ്പോൾ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള PYQൻ്റെ ക്ലാസ്സസ് നിങ്ങൾ കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്